ഹലോ വ്യൂവേഴ്സ്, ബ്രാൻഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്ന് പെണ്ണ് കേസ് നമ്മുടെ നിഖില വിമിൽ നായികയായിട്ട്, അതുപോലെ തന്നെ അജു വർഗീസ്, അതുപോലെ നമ്മുടെ അബിൻ ബിനോ, ഇർഷാദ്, രഞ്ജി കാങ്കോൽ എന്നിവരൊക്കെ പ്രധാന വേഷം ചെയ്യുന്ന പെണ്ണ് കേസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പരിപാടിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നത്. അജു വർഗീസിനും ഇപ്പം അജു വർഗീസും സിനിമയിൽ ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ്. അജു വർഗീസിന് അത്യാവശ്യം നല്ല ഒരു റോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫെബിൻ സിദ്ധാർത്ഥാണ് ഇതിൻ്റെ ഡയറക്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ജ്യോതിഷ് എം, അതുപോലെ ഗണേഷ് മലയത്ത്, അതുപോലെ രശ്മി രാധാകൃഷ്ണൻ എന്നീ 3 റൈറ്റേഴ്സാണ് ഇതിലുള്ളത്. ഒരു ത്രൂ ഔട്ട് കോമഡി മൂവി പോലെയാണ് ഇവർ ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത്. നിഖില വിമൽ, അതുപോലെ തന്നെ അജു വർഗീസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എബിൻ ബിനോയ്ക്ക് നല്ലൊരു വേഷം ഇതിൽ കിട്ടിയിട്ടുണ്ട്. എബിൻ ബിനോ അറിയാലോ, നമുക്ക് തുടരും സിനിമയിലെ മറ്റേ കഞ്ചാവ് കടത്തിയതിനെ, പിന്നെ വണ്ടി കഞ്ചാവ് കടത്തി എന്ന് പറഞ്ഞിട്ടൊരു ചെക്കനുണ്ടല്ലോ, ആ ചെക്കനാണ് എബിൻ ബിനോ. അപ്പോൾ ഇർഷാദ് ഉണ്ട്. ഇവർക്കൊക്കെയാണ് ഈ പറയുന്ന പോലെ പ്രധാന റോൾ ഈ സിനിമയിലുള്ളത്. ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ ടീസറും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒക്കെ തന്നെ ഒരുപാട് അത്യാവശ്യം ചർച്ചാ വിഷയമായ ഒരു സിനിമ കൂടെയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ടീസറിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാം. ഞങ്ങൾക്കൊരു പരാതി ഉണ്ട് സർ. ഇവനാണ് പ്രശ്നക്കാരൻ. പിന്നെ താനാണോ? ഇവരല്ല സർ, ഓളാണ്. ആരത്? നിഖില വിമൽ. എന്ത് ശരണിയാണ് സാറേ? അല്ല സാറേ, ആയിഷൻ സാറേ, ആർദ്രയാ സാറേ. സാർ കവിത ഇതിലും തേപ്പുകാരിയാന്ന് തോന്നുന്നു. പറയുന്നു. ഒരു പെണ്ണും കുറേ ഭർത്താക്കന്മാരും കൂടാതെ വേറെ ഉണ്ടെന്ന് പറയുന്നു. പറ്റിപ്പോയി. അജു വർഗീസ്, ഷാരടി. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ മാരി മീ സൂസൻ. തനിക്ക് എങ്ങനെയുള്ള പരിചയം? മാട്രിമോണി സാറേ. തനിക്കോ? ട്രൂല്ല. കല്യാണം മുടക്കിയ മുത്തപ്പനാണ് ഒന്നിനെ വെറുതെ വിടില്ല. ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ഇല്ലേ സത്യേട്ടാ? പെണ്ണ് കേസ് നവംബറിലാണ് കേട്ടോ റിലീസ് ചെയ്യുന്ന. ഡേറ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ടീസർ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഒരു സാധനമാണ് സംഭവം ഇവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. അജു വർഗീസ്, രമേശ് പിഷാരടി, ഇർഷാദ് അലി എന്നിവരൊക്കെ ഉണ്ട്. ഒരുപാട് പിന്നെ ഈ പറയുന്ന പോലെ മെയിൻ സ്ട്രീമിങ്ങിൽ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയേണ്ട, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ടീച്ചർ കണ്ടിട്ട് വലിയ തെറ്റില്ല. പിന്നെ ലിക്കിന വിമൽ ഓഫ് കോഴ്സ് എല്ലാ സിനിമകളിലൊക്കെ ഏകദേശം എല്ലാ അഭിനയമൊക്കെ കണക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയമൊക്കെ സെയിം. പ്രത്യേകിച്ച് വലിയൊരു വികാരഭാവങ്ങളൊന്നും മുഖത്ത് വാരി വിതറാനുള്ള ഒരു കപ്പാസിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം തെറ്റില്ലാതെ അഭിനയിക്കുന്ന ഒരു നടിയാണ്. എന്തായാലും ഈ സിനിമയിലും ഉണ്ട്. ഈ സിനിമയിൽ തേപ്പുകാരിയായിട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം ടീച്ചർ കാണുമ്പോൾ അങ്ങനെ ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഈ പറഞ്ഞല്ലോ, പെണ്ണ് കേസ്, ആ പേരിൻ്റെ ടൈറ്റിലിന് തന്നെ നമുക്കൊരു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് സിനിമ കാണാൻ തോന്നും. ചില സിനിമയുടെ പേരുകൾ എന്താ പറയണ്ട, നമ്മളെ ആകർഷിക്കും. അങ്ങനെ ഒരു ടൈറ്റിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പെണ്ണ് കേസ് എന്ന് പറഞ്ഞ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചറും മൊത്തം തെറ്റില്ല. ടീച്ചർ കാണുമ്പോൾ ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ, ഒരു എന്താ പറയുക, ഒരു അടിപൊളി സെറ്റപ്പ് രീതിയിലാണ് സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കത് കൂടുതൽ പറയണ സിനിമ ഇറങ്ങണം. ടീച്ചർ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാന ഭാഗങ്ങളായിരിക്കും ടീച്ചറിലും ട്രെയിലറിലും ഒക്കെ അടിച്ചു വെക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ പോയി നമ്മൾ പ്രതീക്ഷയോടെ കണ്ടു കഴിയുമ്പോൾ ടീച്ചറിലും അപ്പോൾ നമുക്ക് മനസ്സിലാവും, ടീച്ചറിലും ട്രെയിലറിലും ഉള്ള ഏറ്റവും നല്ല കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വേറെ സിനിമയിലൊന്നും ഇല്ല എന്നുള്ളൊരു ഐഡിയ നമുക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പം നമുക്ക് മനസ്സിലാവുന്ന അങ്ങനത്തെ സിനിമകളും ഉണ്ട്. പക്ഷെ ടീച്ചറിലും ട്രെയിലറിലും കാണാത്ത പല സംഭവങ്ങളും ഒളിപ്പിച്ച് വലിയ നമ്മളെ എന്താ എക്സൈറ്റഡ് ഇരിക്കുന്ന കഥകളും ആയിട്ട് സിനിമകൾ വരാറുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ പിന്നെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഒന്നുമല്ല, അതുപോലെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല. ഈ പറയുന്ന പോലെ അജു വർഗീസ്, രമേശ് പിഷാരടി, നിഖില വിമല അവരൊക്കെ ഉള്ളൂ. കൂടുതലായിട്ട് വലിയ താരങ്ങളൊന്നുമില്ല. ഷാജഹാനുണ്ട്.
അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്തായാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പരിപാടി നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു സിനിമ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നവംബറിലാണ് റിലീസ് വരുന്നത്.